friends, welcome to Biyas kitchen. ഇന്ന് ഞാൻ ഇവിടെ നിങ്ങൾക്കായിട്ട് ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മൾ പല രീതിയിലുള്ള ചമ്മന്തികൾ കഴിച്ചിട്ടുണ്ട്, പക്ഷേ ഇവിടെ ഞാൻ റെഡിയാക്കുന്നത് ചിക്കൻ ഉപയോഗിച്ച ഒരു ചമ്മന്തിയാണ്. വളരെ ടേസ്റ്റ് ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് 450 ഗ്രാം ചിക്കനാണ്. ബോൺലെസ് ചിക്കനാണ് ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് ചിക്കൻ മാരിനേറ്റ് ചെയ്തതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ കട്ട് ചെയ്ത് നല്ലപോലെ വാഷ് ചെയ്തതിന് ശേഷം ഡ്രൈ ആക്കി എടുക്കണം. ഇനി ഇതിലേക്ക് കുരുമുളക് പൊടി 1 ടീസ്പൂൺ ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, 1/4 ടീസ്പൂൺ വിനെഗർ. ഈ ഐറ്റംസ് എല്ലാം ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൽ ചേർത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ചിക്കൻ എല്ലാ ഭാഗത്തോട്ടും ആകുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുത്തു. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാനായിട്ട് പാൻ ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ചിക്കൻ പീസസ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ചിക്കൻ്റെ ഒരു വശം കറക്റ്റായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് മറുവശവും ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കനെല്ലാം ഫ്രൈ ചെയ്തെടുത്തു. ഇനി നമുക്ക് ബാക്കിയുള്ള ഐറ്റംസ് റെഡിയാക്കി എടുക്കാം. ഇനി ചമ്മന്തി റെഡിയാക്കാനായിട്ട് ഇതിലേക്ക് അല്പം ഇൻഗ്രീഡിയൻസും കൂടി ആവശ്യമാണ്. ഇതിനായിട്ട് ഞാനിവിടെ വലിയൊരു സവാള ചെറുതായി കട്ട് ചെയ്തെടുത്തു. 2 പച്ചമുളക്, 1.5 ഇഞ്ച് വലുപ്പമുള്ള ഇഞ്ചി ചെറിയ പീസായി കട്ട് ചെയ്തെടുത്തതാണ്. വറ്റൽമുളക് 8 പീസ്. ഈ ഐറ്റംസ് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത സെയിം ഓയിലിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. പച്ചമുളക്, ഇഞ്ചി വഴറ്റിയെടുക്കാം. ഇതിലേക്ക് എടുത്ത് വെച്ചിരുന്ന വറ്റൽമുളകും ചേർത്ത് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിവിടെ ചമ്മന്തിക്കായി എടുത്തിരിക്കുന്നത് വലിയ സവാളയാണ്. സവാളയ്ക്ക് പകരമായിട്ട് നമുക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം കേട്ടോ. കാരണം ഞാനിവിടെ സവാളയാണ് എടുത്തിരിക്കുന്നത്. ഈ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത സെയിം ഓയിലിൽ തന്നെ ചെയ്തത് ചിക്കൻ്റെ ഫ്ലേവർ കിട്ടാനായിട്ടാണ്. പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത ഓയിലിൽ തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത് ചിക്കനിൽ മാരിനേറ്റ് ചെയ്തെടുത്ത എല്ലാ മസാലയുടെ ഫ്ലേവർ ഇതിലുണ്ട്. അപ്പോൾ നമുക്ക് ചമ്മന്തിക്ക് നല്ലൊരു ടേസ്റ്റ് തോന്നും. ഒരു സവാളയും മുളകുമെല്ലാം നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതുപോലെ ചുമന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. ചൂടാറിയതിന് ശേഷം നമുക്ക് ഈ ഐറ്റംസ് പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത ഐറ്റംസ് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. ഗ്രൈൻഡർ ഉപയോഗിച്ച് നല്ലപോലെ പൊടിച്ചെടുക്കാം. ഫസ്റ്റ് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിരുന്ന ഐറ്റംസ് എല്ലാം നല്ലപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചിക്കൻ ചേർത്ത് നമുക്ക് നല്ലപോലെ പൊടിച്ചെടുക്കാം. ഇതുപോലെ ചിക്കൻ ചേർത്ത് നമുക്ക് മിക്സ് ചെയ്ത് പൊടിച്ചെടുക്കാം. ഇത് പൊടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. 1/2 ടീസ്പൂൺ വിനെഗർ ചേർക്കാം. ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ചിക്കൻ ചമ്മന്തി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വളരെ ടേസ്റ്റാണ്. ഇത് കൂട്ടി ചോറ് കഴിച്ചാൽ മതിയാവാതെ നമ്മൾ കഴിച്ചു പോകും. അത്രയും ടേസ്റ്റാണ്. പല ടൈപ്പിലുള്ള ചമ്മന്തി നമ്മൾ കഴിച്ചിട്ടുണ്ട്, പക്ഷെ അതിൽ നിന്നെല്ലാം ഡിഫറെൻ്റ് ആയിട്ടാണ് ഈ ചിക്കൻ ചമ്മന്തി ഞാനിവിടെ റെഡിയാക്കിയിരിക്കുന്നത്. ചോറിനോടൊപ്പം ദോശയ്ക്കും ചപ്പാത്തിക്കുമെല്ലാം യോജിക്കുന്ന രീതിയിലുള്ള ഒരു ഐറ്റമാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം. ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത്. ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.